വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൻ്റെ പ്രാധാന്യം ഇത് സംബന്ധിച്ച് പുലാമന്തോൾ എമറാൾഡിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട സെമിനാർ നടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ സംഘാടകർ നൽകും. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് സംബന്ധിച്ച് അല്പസമയത്തിനകം നജീബ് കാന്തപുരം ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അപ്പം ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇതിൻ്റെ സംഘാടകർ നൽകും. നമുക്കൊപ്പം NP ഹാരിസ് CEO, സൈബർ സ്ക്വയറിൻ്റെ CEO NP ഹാരിസ് വിശദാംശങ്ങൾ നൽകും. ഒപ്പം തന്നെ മറ്റു പ്രമുഖരെല്ലാം ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകും. എന്താണ് സൈബർ സ്ക്വയറുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്, അതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് വിശദാംശങ്ങളാണ് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് യുക്തിപരമായ ചിന്താശേഷി വളർത്തുന്ന ഈ ഒരു CT എന്ന കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് പുലാമന്തോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകുകയാണ്. നമുക്കിപ്പം സൈബർ സ്ക്വയറിൻ്റെ CEOയും ഫൗണ്ടറുമായ NP ഹാരിസ് ചേരുകയാണ്. ഹാരിസ് സർ, എങ്ങനെയാണ്, നമുക്കറിയാം വലിയൊരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയെക്കുറിച്ച്? നമ്മളിവിടെ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ 12 കൊല്ലമായിട്ട് സൈബർ സ്ക്വയർ 12 കൊല്ലമായിട്ട് കോഡിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് സ്കൂൾസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ ഇന്ത്യയിലുണ്ട്, ദുബായിലുണ്ട്, അതേപോലെ കാനഡ, UK, അങ്ങനെ ഡിഫറെൻറ്റ് മൾട്ടിനാഷണൽ നാഷണൽസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ വർഷമാണ് CT and AI CBSE ആക്ച്വലി അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2014 നമ്മൾ കോഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സമയത്ത് എവിടെയും കോഡിംഗ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ 2017, അതായത് 5 വർഷം മുമ്പ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും ഒക്കെ നമ്മുടെ കരിക്കുലത്തിൻ്റെ പാർട്ടാണ് ഓൾറെഡി. പക്ഷേ അതിന് CBSE ഒരു കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും എളുപ്പമായിട്ട് ടീച്ചേഴ്സിനും കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സ്കൂളുകളാണ് എങ്ങനെ സെലക്ഷനൊക്കെ നടന്നിട്ടുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ കുട്ടികളിലേക്ക് എങ്ങനെയാണ് അത് എത്തുന്നത്? നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി 500+ സ്കൂൾസ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡിൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു CBSE സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ്, ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്കൂൾസിലേക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഹാൻഡ് ബുക്ക് അവൈലബിൾ ആക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ചെയ്തിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ടീച്ചേഴ്സിന് അവൈലബിൾ ആക്കും. നമ്മുടെ ഒരു മേജർ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാക്കുക, പഠിപ്പിക്കാനും വളരെ എളുപ്പമാക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത് ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ലൈഫ് ഈസി ആക്കിയിട്ട് കുട്ടികളുടെ ഔട്ട്പുട്ട് കൂട്ടുക, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പഴയ രീതിയിൽ നിന്നും പഠനം മാറി പുതിയ രീതിയിലേക്ക്, പുതിയൊരു ടെക്നോളജിയിലേക്ക് മാറുന്നു. ഇത് ടെക്നോളജി ചേഞ്ച് അല്ല, ഇതൊരു തോട്ട് പ്രോസസ് ചേഞ്ചാണ്. ആ തോട്ട് പ്രോസസ് ചേഞ്ച് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളതിലിപ്പോൾ ബുക്കില്ലാത്ത രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ അങ്ങനെ പഠിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ ക്രിയേറ്റിവിറ്റി കൂട്ടുക, കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുക, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് തിങ്ക് ചെയ്യുന്നൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ് AIയും റോബോട്ടിക്സും ചെയ്യുമ്പോൾ ആക്ച്വലി കുട്ടികൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇപ്പോൾ അതിനൊരു ഫ്രെയിം വർക്ക് CBSE കൊണ്ടുവന്നു. ആ ഫ്രെയിം വർക്ക് നമ്മുടെ കരിക്കുലത്തിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാൻ പറ്റും. താല്പര്യമുള്ള സ്കൂളുകൾക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് സൈബർ സ്ക്വയറിനെ ബന്ധപ്പെടുകയാണോ വേണ്ടത്? അതെ, നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നമ്മൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്കൂൾസിന് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ അവൈലബിൾ ആക്കുകയും ചെയ്യും. സൈബർ സ്ക്വയർ സ്കൂളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്? ഞങ്ങൾ നമ്മുടെ ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങും കൊടുക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നിവിടെ അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചാണ്. ഹോണറബിൾ MLA നജീബ് ആണ് ഇന്ന് ചെയ്യുന്നത്. എന്താണ് സ്കൂളുകൾ മാനേജ്മെൻറ്റിനോടും അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത സ്കൂൾ മാനേജ്മെൻറ്റിനോടും അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടും എന്താണ് പറയാൻ?
ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് AI എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന മോഡലിൽ തന്നെ ഇത് പഠിപ്പിക്കാൻ പാടില്ല. ഇതൊരു തിങ്കിങ് ഡെവലപ്പ് ചെയ്യലാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു റോട്ട് ലേണിംഗിൽ നിന്ന് മാറിയിട്ട് ഒരു തിങ്കിങ് പാറ്റേൺ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതിനുള്ള കാര്യങ്ങൾ CBSE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഇതും പിന്നെ എന്താ പറയുക, കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് അതിൻ്റെ ABCD എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളെ പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ പ്രോബ്ലം അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഈസി ആയിട്ട് ആദ്യം ടീച്ചേഴ്സിന് മനസ്സിലാവും, അത് കഴിഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാവും. പിന്നെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട്സും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. താങ്ക് യു. വ്യക്തമാണ്. NP ഹാരിസാണ് ആ കാര്യങ്ങൾ പങ്കുവച്ചത്. HK സ്കൂളിൻ്റെ ഈ ഒരു CEO ചേരുകയാണ് ഹരി. ഹരി വലിയൊരു സന്തോഷത്തിലും ഭയങ്കര ഹാപ്പിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷം MLA വന്നു. അദ്ദേഹം വലിയ കാര്യമായ ഒരു പ്രസംഗം നടത്തിയാണ് പോയത്. എന്തായാലും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും MLA മാത്രമല്ല, നമ്മുടെ ജോജി പോൾ സാറ് കേരള സഹോദയയുടെ പ്രസിഡൻ്റാണ്. പിന്നെ മലപ്പുറം സെൻട്രൽ സഹോദയയുടെ പ്രസിഡൻറ്റ്, അതേപോലെ നമ്മുടെ ജവഹർ സാർ അൽമാസിൻ്റെ CEO, MESൻ്റെ പ്രിൻസിപ്പൽ ജോബിൻ സാർ, അങ്ങനെ ഒരുപാട് പേര്, ഹരിദാസ് സാർ, ഒരുപാട് പേര് പങ്കെടുത്തൊരു പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ പ്രാധാന്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നജീബ് കാന്തപുരം അനൗൺസ് ചെയ്യാണ്, നിങ്ങൾ ഒരു സ്കൂൾ ആവശ്യപ്പെട്ട ഒരു ഡെമോ ചെയ്യാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് നിങ്ങൾ 11 സ്കൂൾ, അതിനേക്കാൾ വലിയ സന്തോഷം സ്റ്റേറ്റ് സ്കൂൾ വരെ അതിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും CBSEയുടെ ഇപ്രാവശ്യത്തെ ഒരു കരിക്കുലായിരുന്നു CT ആൻഡ് AI എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായത് സൈബർ സ്ക്വയറിനും HKക്കുമാണ്. കാരണം ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്ത് പോവാം. മറ്റേതാണെങ്കിൽ ഒരു ബുക്ക് പഠിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ കുട്ടിക്ക് റിസൾട്ടിലേക്ക് എങ്ങനെ എത്തുന്നു, ആ വഴികൾ എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് കുട്ടികളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പണ്ടത്തെ പോലെ കാണാപ്പാടം പഠിക്കുന്നതിൽ കാര്യമൊന്നുമില്ല, പക്ഷെ അത് വളരെ എക്സിക്യൂട്ടീവ് നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റി. ഇന്നിപ്പോൾ നൗഫൽ സാറാണ് പറഞ്ഞു പോണു. കാരണം ഇത് തുടങ്ങിയിട്ടാകെ ഒരു മാസമായിട്ടുള്ളൂ CBSE ഡിക്ലെയർ ചെയ്തിട്ട്. വിത്തിൻ 1 month വി പ്രൂവ്ഡ് ദാറ്റ് നമ്മളതിൻ്റെ സൊല്യൂഷൻ ഇറക്കി. അതുപോലെ ഒരു ഗസ്റ്റ് പറഞ്ഞ കാര്യം, 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്ന കാലത്ത് ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുമ്പൊക്കെ, അതായത് ഇപ്പോൾ നഴ്സറി സ്കൂളിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ മെയിലുകളൊക്കെ ഉണ്ടാക്കി ആ ഒരു കാര്യത്തിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും അതായത് ആ പറഞ്ഞത് വളരെ വാസ്തവമാണ്. കാരണം നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോറെന്ന് പറഞ്ഞാൽ കോഡിങ്ങാണ്. ഒരു മലയാളം പോലെ നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം, ആ കാലം കഴിഞ്ഞു. നമ്മൾ അതല്ല, ഇപ്പോൾ നമ്മൾ വരുന്ന കാലം എന്ന് പറഞ്ഞാൽ കോഡിങ്ങിലൂടെ കുട്ടികൾ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, ഗെയിം ഉണ്ടാക്കുന്നു. നിങ്ങൾ തന്നെ പല പ്രോഗ്രാമിലും കണ്ടതാണ് നമ്മളെ കുട്ടികളുടെ ആക്ടിവിറ്റീസ്. കാരണം ഇൻ്റർനാഷണൽ ദുബായ് യൂണിവേഴ്സിറ്റിയിൽ 600 കുട്ടികൾ പോയിട്ട്, കേരളത്തിൽ നിന്ന് 600 കുട്ടികൾ പോയിട്ട് പ്രൊജക്റ്റ് ചെയ്യാമെന്ന് ചെറിയ കാര്യമാണ്. അമേരിക്കയിലേക്ക് 12 കുട്ടികൾ പോകുക എന്നുള്ളത് ചെറിയ കാര്യമാണ്. ഇപ്രാവശ്യം അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മലേഷ്യയിലാണ്. ഒരുപാട് അവാർഡുകളൊക്കെ നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ മെൻറ്റർ അവാർഡ്, അതേപോലെ നമുക്ക് ഈ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മീൻസ് ഞാൻ പല സ്ഥാപനങ്ങളിലും മെൻറ്ററും കൂടിയാണ്. കാരണം ടെക്നോളജിയിൽ നമുക്ക് 2004-03 അക്ഷയ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അതിൽ തുടക്കാവാൻ പറ്റി. നമ്മുടെ നാട്ടിൽ 2000 ആദ്യമായിട്ട് കമ്പ്യൂട്ടർ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ITIT സ്കൂളിൻ്റെ ഭാഗമായി. അതേപോലെ ആദ്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻട്രാക്റ്റീവ് CD കുട്ടികളിലേക്ക് എത്തിക്കും. ഒരു പറഞ്ഞ ടെക്നോളജി തന്നെ, ടൈം ടേബിൾ സോഫ്റ്റ്വെയർ, ഏതൊരു ടെക്നോളജിയുടെ ഒപ്പം HK ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ടെക്നോളജി ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുക, മാറ്റങ്ങൾക്ക് വിധേയമാവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യമുള്ളത്. സ്കൂളിലേക്ക് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എത്താത്തതിൻ്റെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു ഹെഡിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു സംവിധാനം HK എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയാം. അവരെ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളെത്ര പറഞ്ഞു കഴിഞ്ഞാൽ CBSEയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വരുമ്പോഴാണ് അവർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. 70%. പക്ഷേ ബാക്കി 30% എന്താണ് പുതിയ, എൻ്റെ സ്കൂൾ നന്നാവാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം. ഈ പറഞ്ഞ ജോജി സാറ്, ജവഹർ സാറ്, കാരണം ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകാൻ അതിലേറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്നത് ടെക്നോളജി തന്നെ. കാരണം കോവിഡ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കോവിഡ് വന്ന സമയത്ത് പല സ്കൂൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അന്ന് സൊല്യൂഷനായി വന്ന ടെക്നോളജി, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ടെക്നോളജിയിൽ പോയി കമ്പ്യൂട്ടേഷൻ വിത്തിൻ 1 monthനുള്ളിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്തു. അത് നമ്മളെല്ലാ CBSE സ്കൂളിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആദ്യ സ്ഥാപനമായിട്ട് മാറുകയാണ്. അതിൻ്റെയൊക്കെ സന്തോഷമാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം ഒഫീഷ്യൽ ലോഞ്ചിങ് ആയിരുന്നു. സോ ഇനിയുള്ള ദിവസങ്ങളിലൂടെ അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് സ്കൂളിലേക്ക് നമ്മൾ ഇതിൻ്റെ ഡെമോ കൊടുക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു കാര്യമുള്ളത്. എന്താണ് രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടൊക്കെ? തീർച്ചയായിട്ടും ഇനിയുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കോഡിങ്ങിൻ്റെയൊക്കെ ഒരു കാലമാണ്. നമ്മൾ രാജീവ് കാന്തപുരം പറഞ്ഞ ഒരിക്കലും മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല.
ഒരു ചോദ്യമുണ്ട്, ടീച്ചറെ എ റീപ്ലേസ് ചെയ്യുന്നു. ടീച്ചർ ഒരിക്കലും റീപ്ലേസ് ചെയ്യും, പക്ഷേ എ അറിയുന്ന ടീച്ചറും എ അറിയാത്ത ടീച്ചറും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ChatGPT ഉപയോഗിക്കുന്നില്ലേ, എല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും മിനിമം ഒരു ChatGPT പറഞ്ഞ ടൂളെങ്കിലും എ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു കാലം അറിവിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ വിജ്ഞാനം വിരൽത്തുമ്പിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. പണ്ട് മൗസിനെ നമ്മൾ പറഞ്ഞു വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന് പറഞ്ഞു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഡാറ്റകളും ബാക്കിയുള്ള കാര്യങ്ങളും എളുപ്പത്തിൽ കിട്ടുമല്ലേ. അത് ഏത് സാങ്കേതിക ഏത് ഇപ്പോൾ മെഡിക്കൽ രംഗത്താണെങ്കിലും എഞ്ചിനീയറിംഗ് രംഗത്താണ്, ഏത് രംഗത്താണ് ഇത് വലുതായി വരികയല്ലേ. പിന്നെ പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നീറ്റിന് വേണ്ടി നമ്മൾ അവരെ തളച്ചിടരുത്, വിശാലമായ ലോകത്ത് പറന്ന് നടക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വലിയൊരു പോയിന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പണ്ടെല്ലാവരും മക്കളെ ഡോക്ടറാക്കുക എഞ്ചിനീയറാക്കുക, അതിൽ നിന്ന് വിഭിന്നമായിട്ട് കുട്ടികളും അങ്ങനെ ആയി മാറി. കാരണം ഒരുപാട് വായിച്ച് പഠിച്ചിരിക്കുന്നതിലേക്ക് അവർ സ്കില്ല് ഏതിലാണ് കണ്ടെത്തിയിട്ട്, നമ്മുടെ മക്കളുടെ സ്കില്ല് ചെറുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് വളരെ എളുപ്പമാണ്. ഞങ്ങൾ ഈ വലിയൊരു മാറ്റത്തിനാണ് HK സ്കൂൾ ട്രാൻസും സൈബർ സ്ക്വയറും ഓൾ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഓൾ വേൾഡ് ലെവലിൽ നമ്മൾ ശ്രമിക്കുന്നത്. എന്താണ് അവസാനമായി പറയാം? തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ വേറെ പ്രൊജക്റ്റ് കേട്ടിട്ടുണ്ടാവും. കാരണം AI, അതായത് പണ്ട് കമ്പ്യൂട്ടർ സാക്ഷരത അക്ഷയ ജനങ്ങളിലേക്ക് കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്ക് പകരം ഇപ്പോൾ AI സാക്ഷരതയിലേക്ക് വരികയാണ്. അപ്പോൾ അതിലും ഒരുപാട് റോളുകൾ നമുക്ക് വഹിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയും എഡ്യൂക്കേഷൻ രംഗത്ത് ഒരുപാട് ടെക്നോളജിക്കലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമാണ്. അതിനുള്ള ഓരോ അവസരങ്ങൾ ചെയ്യുന്നു. ശരി, വ്യക്തമാണ്. ഏതായാലും ഹരിയാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. ഈ ഒരു HK സ്കൂളിൻ്റെ CEO ആണ് ഹരികൃഷ്ണൻ M ആണ് കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഒരു ഭാവി? ആക്ച്വലി സർ, ഇങ്ങനെ ഒരു പ്രോസസ്സ് CBSE 3rd സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. നമ്മൾ ഈ നോർമൽ സ്കൂളിങ്ങിൽ ഒരിക്കലും ഈസി ആവില്ല. അതുകൊണ്ടാണ് ആഫ്റ്റർ NEP 2020 സ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്നത്. സോ സൈബർ സ്ക്വയർ ആൻഡ് ഹരിസേഴ്സ് HK ട്രെൻഡ്സ് അവർ ഈ ഒരു ഇനിഷ്യേഷനിൽ വന്നത് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദം. ഭാവിയൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ രീതി തന്നെ എങ്ങനെയാണ്? ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് സൺഡേ ഒരു എഡിറ്റോറിയലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ChatGPT-നോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് എങ്ങനെ സൂയിസൈഡ് ചെയ്യണം, ChatGPT ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, എന്നിട്ട് കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് ഗോയിങ് ടു ബി ദ ബൂൺ ആൻഡ് ദ ബാൻ ഫോർ അസ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ടു ബി ബെറ്റർ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് സച്ച് നോളജസ്. എന്തിനെക്കുറിച്ചും പേടിച്ച് ദൂരം പോകുന്നതിനെക്കാട്ടിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഹെൽപ്ഫുൾ ഫോർ ചിൽഡ്രൻ. സ്കൂളുകളിൽ ഇതിൻ്റെ ഒരു പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിനൊരു സൈബർ സ്ക്വയർ തീർച്ചയായിട്ടും ഈ പുതിയ ജനറേഷൻ അർഹിക്കുന്നൊരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ഏജൻസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരുടെ താല്പര്യങ്ങളെയും അവരുടെ ഇൻട്രസ്റ്റുകളെയും പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കുന്ന ഒരു കരിക്കുലം. അത് കേവലം ഒരു യഥാർത്ഥത്തിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് കരിക്കുലം ആണെങ്കിൽ കൂടെ ഇത് മറ്റെല്ലാ സബ്ജക്റ്റുകളെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പര്യാപ്തമാവുന്ന ഒരു വളരെ വിശാലാർത്ഥത്തിലുള്ളൊരു കരിക്കുലമാണ്. ഞാൻ അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ 2020 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് 360 ഡിഗ്രിയിലാണ് എൻ്റെ സ്കൂൾ അതിന് ഗുണം ചെയ്തിട്ടുള്ളത്. അത് കേവലം കമ്പ്യൂട്ടർ സയൻസിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് കുട്ടികളിൽ അതുവഴി കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ആവുന്നു, കുട്ടികളുടെ റിസർച്ച് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ഇൻവെൻഷൻ എല്ലാ അർത്ഥത്തിലും കുട്ടികളൊരു പുത്തൻ ഉണർവുണ്ടാക്കാൻ ഈ ഒരു കരിക്കുലം കൊണ്ട് നമ്മുടെ സ്കൂൾ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള CBSEയുടെ പുതിയ ഒരു ഇതാണ് കമ്പ്യൂട്ടേഷൻ തിങ്കിങ്. ആ ഒരു അവരുടെ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സ്കൂളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത്. 8ാം ക്ലാസ്സിലേക്കാണ് മുൻപൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LKG ക്ലാസ് അല്ലെങ്കിൽ UKG ക്ലാസ് മുതൽ തന്നെ കുട്ടികളൊക്കെ അവയർനെസ് ആയി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാവി ഒരുപക്ഷെ ഇതിൽ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതാണ് ഇന്ന് പുതിയ ഇപ്പം നിലവിൽ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേണർ കമ്മ്യൂണിറ്റീൻ്റെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും താല്പര്യമുള്ള, അപ്പോൾ നമ്മൾ പറയുന്നത് കുട്ടികൾ മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആവുന്നു. എന്തുകൊണ്ട് അഡിക്റ്റഡ് ആവുന്നു വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ്ലി എൻഗേജ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. ഇത് ടെക്നോളജി ആകുമ്പോൾ സ്വാഭാവികമാണ് അവർക്ക് താല്പര്യമുള്ള വിഷയമാകുമ്പോൾ അവർ എൻഗേജ്ഡ് ആവുന്നത് കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാനും ഈ രംഗത്ത് കൂടുതൽ റിസർച്ച് നടത്താനും അവരുടെ ഓൺ പ്രൊഡക്ഷനും ഇൻവെൻഷനും നടത്താനും സാധിക്കുമ്പോൾ ആ കുട്ടികൾ സ്വാഭാവികമായി അവരുടെ ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു, സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ മേഖലകളിലും അതുകൊണ്ട് ഗുണപ്രദമാവുന്നു. കേവലം ഒരു IT സ്കിൽ എന്നുള്ളതിൽ പരിമിതപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഈ സൈബർ സ്ക്വയറിൻ്റെ ഏറ്റവും വലിയ ഗുണം. രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് ഞാനിതിൻ്റെ ഒരു ഗുണഭോക്താവാണ്.
ഒരുപക്ഷെ ഇത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ സ്കൂളിലെ കുട്ടികൾ ഈ പഠിച്ച കാര്യം സമീപത്തുള്ള സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സൈബർ സ്ക്വയറിൻ്റെ അത് അവർ ആദ്യം ടെക്സ്റ്റ് ബുക്കായിട്ടാണ് വന്നിരുന്നത്. ആ ടെക്സ്റ്റ് ബുക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള AI ഇൻ്റഗ്രേറ്റഡ് ആയിരുന്നു. ആ സമയത്ത് AIയിലേക്ക് മാറിയപ്പോൾ AI ആൻഡ് റോബോട്ടിക് അതിൻ്റെ ചില സിലബസും അതിൻ്റെ കരിക്കുലവും സ്കൂളുകളിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോബോട്ടിക് ലാബ് സൈബർ സ്ക്വയറിൻ്റെ ആ ബുക്കുകളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സബ് പ്രോഡക്റ്റ് എന്ന രീതിയിൽ റോബോട്ടിക് ലാബുകളും നമ്മുടെ സ്കൂളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുട്ടികളുടെ ഇടയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾ എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാനും അവർ വെറും പഠിതാവ് എന്നതിലപ്പുറം അവർ ക്രിയേറ്റേഴ്സ് എന്ന രീതിയിൽ കാര്യങ്ങളെ കാണാനും ഒക്കെ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഇനിയിപ്പോൾ CBSE ഇൻട്രൊഡ്യൂസ് ചെയ്ത AI ആൻഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന 3rd സ്റ്റാൻഡേർഡ് മുതൽ മുകളിലേക്ക് കൊടുക്കേണ്ടത് പലപ്പോഴും എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ അതിന് എക്യുപ്പഡല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഇനീഷ്യേറ്റീവായിട്ട് സൈബർ സ്ക്വയർ പോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ ടീച്ചേഴ്സിനത് വലിയൊരു ഹെൽപ്ഫുള്ളാവും. മുഴുവൻ ടീച്ചേഴ്സും ടെക് സാവി അല്ല, അവരിതിനെപ്പറ്റി ധാരണയില്ല. കാരണം പെട്ടെന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഉള്ള ഇൻസ്ട്രക്ഷൻ CBSEയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു നീക്കമാണ്, ഒരു ഇനീഷ്യേറ്റീവാണ് സൈബർ സ്ക്വയറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ പ്രത്യേകിച്ച് CBSE സ്കൂളുകൾക്ക് വലിയ ഉപകാരപ്രദമാവും. സർക്കാർ സ്കൂളിലേക്കും ശരിക്കും വ്യാപിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ്. സർക്കാർ സ്കൂളിലും ഇത്തരം കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമായ ആവശ്യം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സർക്കാർ സ്കൂളുകളാണ് ഈ കാര്യത്തിൽ കുറച്ച് പിന്നിൽ. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഒരുപാട് ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ പോലും അത് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നില്ല. വിദ്യാർത്ഥികൾക്ക് എത്തണമെങ്കിൽ ഇത് സർക്കാർ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചെയ്താൽ വളരെ ഉപകാരപ്രദമാകും. രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ പറയാനുള്ളത് രക്ഷിതാക്കളോട് പറയാനുള്ളത് നേരത്തെ നമ്മുടെ MLA പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയല്ല വേണ്ടത്, അവരെ സ്കിൽഡ് പേഴ്സൺസ് ഏറ്റവും നല്ല സ്കില്ലുകൾ അവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അവർ സ്വയം ജോലി കണ്ടെത്തിക്കോളും, അവർ സ്വയം ജീവിതത്തിൽ വിജയിച്ചോളും. നമുക്ക് പഴയ കാലത്തെ മാതിരി ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്നതിലുപരിയായിട്ട് അവരെ സ്കിൽഡാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് അവർ 10 കൊല്ലത്തേക്കപ്പുറം അവർ 10 കൊല്ലം കഴിഞ്ഞ് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ റിലവൻ്റായിട്ടുള്ള സ്കില്ലുകളാണ് അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. HK സ്കൂൾ അല്ലെങ്കിൽ സൈബർ സ്ക്വയർ ഈ ഒരു പരിപാടിയെക്കുറിച്ച് ഇന്നത്തെ പ്രോഗ്രാം ഒരു ഗംഭീര പ്രോഗ്രാമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് AI ഈ രണ്ടും ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പല സ്കൂളുകളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആ സമയത്ത് തന്നെ പുതിയൊരു പ്ലാറ്റ്ഫോമുമായിട്ട് സൈബർ സ്ക്വയർ കടന്നു വരിക എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. സൈബർ സ്ക്വയറിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുക തന്നെയാണ്. സ്കൂളുകൾ മാത്രമാണ് ഇപ്പോൾ വ്യാപിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് 500ഓളം സ്കൂളിലല്ല. ഇപ്പം നമ്മുടെ ഹാരിസ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിനെ ഒരു AI ലിറ്ററേറ്റ് സംസ്ഥാനമായിട്ട് മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇത് എത്തണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്കൂളുകൾ പോലും വരണം. ഈവൻ സർക്കാർ സ്കൂളുകൾ പോലും അതിൻ്റെ ഫിനാൻസ് എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നിരുന്നാൽ തന്നെയും സർക്കാർ സ്കൂളുകളിലും സബ്സിഡൈസ്ഡ് റേറ്റിൽ ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. രക്ഷിതാക്കളും കുട്ടികളൊക്കെ പറയാം. രക്ഷിതാക്കൾ ഇപ്പോൾ സൈബർ സ്ക്വയർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് നല്ലൊരു അനുഭവം അല്ലെങ്കിൽ പഠനാനുഭവം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് AI പ്ലാറ്റ്ഫോം മാറുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. സാറേ, എങ്ങനെയാണ്? നമുക്കറിയാം ഒഫീഷ്യൽ ലോഞ്ചിങ് ആയിരുന്നു കമ്പ്യൂട്ടർ തിങ്കിങ് ആൻഡ് AI. ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ സാധിച്ചു. എന്താണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പുതിയ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിഭാവനം ചെയ്ത ഒരു പ്രോജക്റ്റാണ് സ്കൂളുകളിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. സത്യത്തിൽ ഇത് നേരത്തെ സ്കൂളുകളിലുണ്ട്. നമ്മൾ ഈ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മറ്റു മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുറേ മാനുവലായിട്ട് ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. പരിചയപ്പെടുന്നത് നൗഫൽ മലപ്പുറം സഹോദരിയുടെ പ്രസിഡൻ്റാണ്. ഓക്കെ, മലപ്പുറം സെൻട്രൽ സഹോദരിയെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ തിങ്കിങ്, അതിനെ ഒരു പുതിയ ടേമിൽ അവതരിപ്പിക്കുകയാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. തിങ്ക് ലൈക്ക് കമ്പ്യൂട്ടർ എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയാം. സ്ട്രാറ്റജിക്, സ്ട്രക്ചേർഡ്, ഡിസൈൻഡ് തിങ്കിങ്. അപ്പോൾ പുതിയ കാലത്ത് പ്രോബ്ലംസ് ധാരാളം വരുമ്പോൾ പുതിയ തലമുറയിൽ കുട്ടികൾ നമ്മൾ കണ്ടൊരു പ്രശ്നം പലപ്പോഴും
ദേ ഹാവ് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയൊക്കെയാണല്ലോ. അപ്പോൾ എവിടെ നിന്നും വിവരങ്ങൾ കിട്ടും, എന്ത് ചോദിച്ചാലും ചോദിച്ച് പറയാൻ ആളുകളുണ്ട്. ഗൂഗിൾ വേഴ്സസ് ഗുരുവിൻ്റെ ഒക്കെ ഒരു കാലമാണല്ലോ. ഗൂഗിളാണോ ശരി, ഗുരുവാണ്. അപ്പോൾ ഒതൻറ്റിസിറ്റി, അതിൻ്റെ ഇൻഫർമേഷൻ ഓവർലോഡഡാണ്. ഇതിനെ സ്ട്രക്ചേർഡായിട്ട് അവതരിപ്പിക്കാൻ ഇപ്പോൾ എ ഐ ഒക്കെ വന്നപ്പോൾ എ ഐ ഒക്കെ ചെയ്യുന്നതാണല്ലോ. അതിനെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റിനെ സ്ട്രക്ചേർഡായി അവതരിപ്പിച്ച് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. അതാണല്ലോ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന് നല്ലൊരു സ്ട്രക്ചേർഡായിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതേപോലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ്റെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. അത് സ്ട്രക്ചേർഡായിട്ട് ഡിസൈൻഡായിട്ട് നല്ല രീതിയിൽ അതിനൊരു ഒരു 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 എന്താ പറയുക സീക്വൻസിങ് ഒക്കെ ഉണ്ട്. ആ രീതിയിൽ തിങ്ക് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. അപ്പോൾ ഇവിടെ കുട്ടികൾ ഈ പ്രോസസ്സിൽ വളരെ അധികം ഇമേഴ്സ്ഡ് ആയിരിക്കും. അവരിങ്ങനെ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഒരു സംഭവം ചോദിക്കുന്നു, അതിന് ഉത്തരം കിട്ടുന്നതിനപ്പുറത്തേക്ക് കുട്ടികൾ തിങ്ക് ചെയ്യുന്നു, അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ മേലിൽ കൃത്യമായിട്ട് പണിയെടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിലൂടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സാധ്യമാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനിപ്പോൾ സ്കൂളുകളിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പുതിയ ഒരു മാനുവൽ വന്നു, ഹാൻഡ് ബുക്ക് വന്നു, കുട്ടികൾക്ക് മെറ്റീരിയൽ വന്നു, സ്കൂൾസിന് മെറ്റീരിയൽ വന്നു. പക്ഷേ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ അധ്യാപകരും സ്കൂളുകളൊക്കെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് സൈബർ സ്ക്വയറും HK Trends കൂടെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത്. നമുക്ക് എല്ലാം അങ്ങനെയാണല്ലോ, ഇൻസ്റ്റൻ്റായിട്ട് ഒരു സിംഗിൾ വിൻഡോയിലൂടെ സൊല്യൂഷൻസ് കിട്ടുമ്പോൾ അതൊരു വളരെ എന്താ പറയുക ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാൻ. ആ ഒരു ഈസിനെസ്സാണ് സൈബർ സ്ക്വയറും HK Trends കൂടെ കൊണ്ടുവരുന്ന കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും AI-യുടെയും ഈ പ്ലാറ്റ്ഫോം വരുന്നതിലൂടെ സ്കൂളുകൾക്ക് സാധ്യമാവുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ കുട്ടികളുടെ ഒരു പുതിയ ഘട്ടത്തിലേക്കുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിനെ AI-നെയും ഇത്രയും സാർവത്രികമാക്കാൻ ഏറ്റവും നന്നായി സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. സഹോദരിയുടെ ജില്ലാ പ്രസിഡന്റാണ്. സ്വാഭാവികമായും എല്ലാ CBSE സ്കൂളുകളിലും ഇതിലേക്ക് വന്നു കഴിഞ്ഞു. യെസ്, മലപ്പുറം സെൻട്രൽ സഹോദയ, മലപ്പുറത്ത് 134 CBSE അഫിലിയേറ്റഡ് സ്കൂളുകളുണ്ട്. അപ്പം നമ്മളെ സെൻട്രൽ സഹോദയയിൽ തന്നെ ഏകദേശം 85ഓളം CBSE സ്കൂളുകളുണ്ട്. സ്കൂളുകളിൽ ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം മുതൽ, ഏപ്രിൽ മുതൽ തന്നെ ഇതിൻ്റെ പരിശീലനങ്ങൾ ആരംഭിച്ചു. എന്നാലും ഒരുപാട് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഇതിനെ ഒന്ന് ഓർഗനൈസ്ഡായി സ്കൂളുകളിൽ ആ കരിക്കുലത്തെ അവതരിപ്പിക്കാൻ പുതിയ ചേഞ്ച് വരികയാണ്, പുതിയൊരു സംഭവം വരികയാണ്. അപ്പോൾ അതിനെ സാധ്യമാക്കാൻ ധാരാളം പരിശീലനങ്ങൾ സഹോദയൊക്കെ നടത്തി, സൈബർ സ്ക്വയർ നടത്തി, HK Trends നടത്തി, ഇങ്ങനെ ധാരാളം വിദ്യാഭ്യാസ ഏജൻസികൾ വിദ്യാഭ്യാസ രംഗത്ത് എംപാനൽഡായി വർക്ക് ചെയ്യുന്ന ഒരു സഹോദയ നടത്തി. അങ്ങനെ എല്ലാവരും നടത്തി. ഇപ്പോൾ സ്കൂളൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സ്കൂളുകൾക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ സ്വാഭാവികമായും അത് വളരെ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളുകളിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. 2029 ആകുമ്പോൾ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയ്ക്ക് CBSE ബോർഡ് പരീക്ഷയ്ക്ക് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും AI വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഇൻറ്റേർണൽ അസസ്മെൻറ്റും ആ ഒരു ഇവാലുവേഷനും ലേണിംഗ് എഡ്ജിനൊക്കെ മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിലും ഇത് കഴിഞ്ഞ് ഒരു 2029 ആകുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായും രാജ്യത്തെ ഏറ്റവും വലിയ 10ാം ക്ലാസ് പരീക്ഷയായ CBSE ബോർഡ് പരീക്ഷയിൽ ഒരു സബ്ജക്റ്റായിട്ട് കുട്ടികൾ പരീക്ഷ എഴുതും, അല്ലെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റിന് വിധേയമാകും. കുട്ടികളുടെ മാർക്ക് ലിസ്റ്റുകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ കുട്ടികളെ സർട്ടിഫൈ ചെയ്യും. അപ്പോൾ കുട്ടികളെ ആ ഒരു സ്കില്ല് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതോടുകൂടി നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ് നോളജിൽ നിന്ന് മാറി, ഇൻഫർമേഷൻ നിന്ന് മാറി, സ്റ്റോർ ഹൗസിൽ നിന്നൊക്കെ മാറിയിട്ട് സ്കില്ല്, വാട്ട് ഈസ് ദ സ്കിൽ യു ഹാവ്, ക്വാളിഫിക്കേഷൻസിലല്ലല്ലോ കാര്യം, ആ ഒരു കോമ്പിറ്റൻസി. ഇപ്പോൾ സ്കൂളുകളിൽ കോമ്പിറ്റൻസി വേണം. കുട്ടികൾക്ക് കോമ്പിറ്റൻസി ഉള്ളവർക്കാണ് ജോബ് മാർക്കറ്റിൽ ഡിമാൻഡുള്ളൂ, ലോകത്ത് തന്നെ ഡിമാൻഡുള്ളൂ. ആ ഒരു ഡിമാൻഡിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ആ ഒരു ഗ്ലോബലൈസേഷൻ്റെ വലിയ ഒരുപാട് ഡെവലപ്മെൻറ്റ് സംഭവിച്ച ഈ കാലത്ത് ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എത്തണമെന്നുള്ളൊരു ആഗ്രഹം സർക്കാർ സ്കൂളുകളും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. പല ഏജൻസികളും, ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ പല നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മില്യൺസ് ഓഫ് കോഡേഴ്സിനെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ CBSE സ്കൂളുകളിൽ ഇത് ആദ്യം വരും. കാരണം രാജ്യത്തെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുക CBSE സ്കൂളിലാണ്. സ്റ്റേറ്റിലേക്ക് അത് ഒരു അടുത്ത ഘട്ടത്തിലാണ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ വളരെ സജീവമായി രംഗത്തുണ്ട്. ഈവൻ സൈബർ സ്ക്വയറും HK Trends ഒക്കെ ഇത് ഗവൺമെൻറ് സ്കൂളുകളിലേക്കൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. ഇന്നിപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA ഒക്കെ പറഞ്ഞതുപോലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ഗവൺമെൻറ് സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകുന്നു. MLA അത് ഏറ്റെടുക്കുന്നു. അപ്പോൾ അത് ആവശ്യപ്പെട്ടപ്പോൾ 12 തന്നെയാണ്.
ഒരുപാട് സ്കൂളുകൾ അങ്ങനെ ഒരു പിന്നെ സിലബസ് വ്യത്യാസമില്ലാതെ CBSE സ്റ്റേറ്റ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രാപ്യമാവുന്ന രീതിയിൽ ഇത് സാധ്യമാക്കാൻ HK ട്രെൻഡ്സിൻ്റെ മിസ്റ്റർ ഹരികൃഷ്ണൻ നേതൃത്വം നൽകുന്നു. അതേപോലെ തന്നെ നമ്മുടെ സൈബർ സ്ക്വയറിൻ്റെ ലീഡേഴ്സുണ്ട്, എജു ലീഡേഴ്സുണ്ട്. എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും ആ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു നൗഫൽ. ഓക്കെ, നൗഫലാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ പ്രസിഡൻ്റാണ് നൗഫൽ. വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നമുക്കറിയാം ട്രെൻഡ്സ് HK സ്കൂളും ഒപ്പം തന്നെ സൈബർ സ്ക്വയറുമെല്ലാം എല്ലാ സ്കൂളുകളിലും 500ഓളം സ്കൂളുകളിലും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം MLA നജീബ് കാന്തപുരം, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരമാണ് ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടകനായി ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ഈ പുലാമന്തോൾ റിസോർട്ടിലെത്തി ഈ ഒരു പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിലായിരുന്നു ഈ ഒരു പരിപാടിയുടെ ലോഞ്ചിങ് നടന്നത്. എല്ലാവരും കാര്യമായി തന്നെയാണ് വിഷയങ്ങൾ പങ്കുവച്ചത്. ഈ ഒരു ചർച്ചകളിലും അതുപോലെ തന്നെ ഈ പൊതു പരിപാടിയിലുമെല്ലാം എല്ലാവരും മാത്രം പ്രസക്തമായ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഈ ഒരു പദ്ധതിയിലൂടെ HNK സ്കൂളും ഒപ്പം തന്നെ സൈബർ സ്ക്വയറുമെല്ലാം സജീവമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ ഇതിന് അധികൃതർ പറഞ്ഞു വയ്ക്കുന്നത്.